ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ നാട്ടിൽ പോകുന്ന ഷോപ്പിങ്ങിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ കേട്ടോ. അപ്പോൾ കുറേ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് പാക്കിങ്ങിനുള്ള സമയമായി. നാളെ രാത്രിയിലാണ് ഫ്ലൈറ്റ്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി രാത്രിയിൽ. കഴിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ റീസെൻ്റായിട്ട് വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പെട്ടി സംഭവമൊക്കെ റെഡിയാണ്. ഇനിയും അവിടുന്ന് ഇവിടുന്നൊക്കെ വേറെ കുറച്ച് സാധനങ്ങളോട് എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വെയിറ്റിനനുസരിച്ച് ഈ സാധനങ്ങളൊക്കെ കൊള്ളുമോ ബാഗിൽ ഇതൊക്കെ നോക്കിയിട്ട് വേണം മറ്റേത് ആഡ് ഓൺ ചെയ്യണോ ഒഴിവാക്കണോ എന്ന് തീരുമാനിക്കണ്ടേ. അപ്പോൾ തുടങ്ങിയാലോ. റൂമിൽ എടുത്തു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കോമൺ ഏരിയയിലേക്ക് കൊണ്ടുവരാൻ അപ്പോട്ടറാണ് കേട്ടോ എന്നെ സഹായിച്ചത്. പല വട്ടമായിട്ട് വാങ്ങിച്ചു കിട്ടിയ സാധനങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ബട്ട് വി ഓൺലി ഹാവ് 37 kg അലവൻസ്. അപ്പോൾ ഇതെങ്ങനെ കൊള്ളിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. നമുക്ക് എന്തായാലും ഒന്ന് പാക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ എല്ലാം സോർട്ട് ചെയ്ത് ചോക്ലേറ്റ്സും പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് അങ്ങനെ ഓരോന്നും ഞാൻ പല സ്ഥലത്താക്കി ഇങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് എവിടേക്ക് എന്തൊക്കെ കുത്തിത്തിരിക്കണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കൺഫ്യൂഷൻസും ഒരു എവിടേക്ക് എന്തൊക്കെ കറക്റ്റായി ഓർഗനൈസ് ചെയ്യണം എന്നുള്ളൊരു ധാരണക്കുറവുണ്ട്. അപ്പോൾ അടുക്കി വന്നപ്പോഴത്തേക്കും വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ സംഭവങ്ങളുണ്ട്. എൻ്റെ ഒരു മീഡിയം സൈസ്ഡ് ബാഗാണ്. നമ്മൾ 2 ബാഗിലേക്കാണ് 30 kg ആക്കാൻ നോക്കുന്നത്, ചെക്ക് ഇൻ ബാഗ്സ്. അപ്പോൾ ഞാനിത് എങ്ങനെ നോക്കിയിട്ടും അതിൽ കൊള്ളുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ വേറെ 2 വലിയ ബാഗ് ഫ്രണ്ടിൻ്റെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്താണ് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയ സാധനം കേട്ടോ. കുഞ്ഞു മിഠായിയുടെ ഷേപ്പിൽ വലിയൊരു ബോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇതൊരു ചെറിയ പുഡിങ് പോലത്തെ ചോക്ലേറ്റ് പുഡിങ് പോലത്തെ സാധനമാണ്. പിന്നെ ഈ ടോബറിനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ഫെററോ റോഷർ ആയാലും. ഫെററോ റോഷർ തന്നെ നമ്മൾ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഉറപ്പായിട്ടും ഫാമിലിയിലുള്ളവർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ അനീറ്റിക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് മാഷ് മെലോസും പിന്നെ കുറെ കുഞ്ഞു പിള്ളേരുടെ മിഠായി. ഈ കാണുന്ന പല ചോക്ലേറ്റ്സ് നാട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. ഫെററോ റോഷർ ആയാലും പിന്നെ കിക്കാറ്റും ഡയറി മിൽക്കും ഒക്കെ ഞാൻ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഇവിടെ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ്. എനിക്ക് പേഴ്സണലി നാട്ടിലെ സാധനമാണ് ഇഷ്ടം. ഇവിടുത്തേത് എനിക്ക് ആ ഒരു മധുരം കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് കുറവുണ്ട്. ടു ബി ഹോണസ്റ്റ്, ഞാൻ പല പെട്ടികൾ വാങ്ങിച്ചേക്കുന്നത് ആ ബോക്സിന്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ. ക്വാളിറ്റി സ്ട്രീറ്റിന്റെ സാധനമുണ്ട്, കാഡ്ബറിയുടെ ഹീറോ, പിന്നെ അതുപോലെ റോസസ്. നമുക്ക് ഫുൾ പെട്ടിങ് കിട്ടുന്ന സാധനം. അല്ലാതെ ചോക്ലേറ്റ്സ് അല്ലാതെ ഇതൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. ചോക്ലേറ്റ് മിൽക്ക് ചിപ്സ് ഇല്ലേ, കേക്കിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. കാഡ്ബറിയുടെ കുറച്ച് സാധനം ഉണ്ട് കേട്ടോ. ഡയറി മിൽക്കിൻ്റെ ചെറിയൊരു ഹോൾനട്ടിൻ്റെ സാധനം. പിന്നെ നമ്മുടെ മിൽക്ക് ട്രേ. ഇതിനകത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ റോസാണ് പറ്റും. ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം. അതുപോലെ കാഡ്ബറിയുടെ ഒരു വലിയ ഡയറി മിൽക്ക്. എൻ്റെ വീട്ടിൽ കാഡ്ബറി എല്ലാവർക്കും ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇത്രയും വലിയ സാധനം ഞാൻ ഇതിൽ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അന്ന് എല്ലാവർക്കും കൂടെ കഴിച്ച് നോക്കാൻ വിചാരിച്ചു. സോറി, ഗാലക്സിയുടെ ഹോട്ട് ചോക്ലേറ്റ്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ പിന്നെ കുറച്ച് അല്ലാത്ത റാൻഡം ചോക്ലേറ്റ്സ്, ഇങ്ങനത്തെ കുറച്ച് എന്താ സംഭവം ഒരു ഐഡിയ ഇല്ല. പിന്നെ ന്യൂട്ടെല്ല, അതുപോലെ തന്നെ ഒരു ജാം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കുപ്പിയിൽ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഹോട്ട് ചോക്ലേറ്റ് പിന്നെയും കുറേ ഹോട്ട് ചോക്ലേറ്റ്സ് ഉണ്ട്. നമ്മൾ ബിസ്ക്കറ്റ്സ് ടൈപ്പ് ഒരു ക്രാക്കേഴ്സ് എടുത്ത് കണ്ടപ്പോൾ ഒരു ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരു കൗതുകത്തിന് വെറൈറ്റി ട്രൈ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ന്യൂലാൻഡിൻ്റെ മിനി ബിസ്ക്കറ്റ്സ്, ചുമ്മാ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ നേരത്തെ കോൺഫി സ്ട്രീറ്റിൻ്റെ വേറൊരു ചെറിയ പാക്കറ്റ്സ്. പിന്നെ വേറൊരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. ഇത് നോക്കി, ഇത് ജെംസ് മിഠായി പോലൊക്കെ ഇരിക്കണ എന്തുവാണ് അറിയില്ല കേട്ടോ. ഉള്ളിൽ മുട്ടയുടെ ഷേപ്പിലുള്ള എന്തോ മിഠായിയാണ്. അതുപോലെ ഇത് എന്തോ ചോക്ലേറ്റ് റൗണ്ട്സ് കാരമലിൻ്റെ എന്താണെന്ന് ഐഡിയ ഇതുപോലെ ചിരിക്കും തോന്നുന്നു. പിന്നെ ഇത് ഈ പെട്ടി ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചോട്ടോ. ഇതൊക്കെ ക്യൂട്ടായിട്ടുണ്ട്. ഹോർലിക്സിൻ്റെ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുന്നൊരു ഐറ്റം ഇല്ല. ഇതുപോലെ ഇട്ടാൽ മതിയെന്ന് തോന്നുന്നു. പക്ഷെ പെട്ടി അതൊക്കെ ക്യൂട്ടായിട്ടുണ്ട്. കണ്ടപ്പോൾ കുറച്ച് ഹോൾ നട്ട്സ് വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ സാധാരണ മിക്സഡ് നട്ട്സും ഫ്രൂട്ട്സ് നട്ട് മിക്സൊക്കെ. പിന്നെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം കുറച്ച് ഓട്സ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കോട്ടിഷ് ഓട്സ്, പിന്നെ ഓട്സ് തന്നെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാവും അറിയില്ല, ബട്ട് നോക്കാമെന്ന് വിചാരിച്ചു. കോൺഫ്ലേക്സും ഇതൊക്കെ ഇതൊന്നും അവിടെ കിട്ടാത്തതല്ല, പക്ഷേ ഇവിടുത്തെ എങ്ങനെ അവിടെ എന്തെങ്കിലും വ്യത്യാസം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കോഫിയുടെ ഇത് ഒറിജിനലായിട്ടുള്ള കോഫിയുടെ ഫുള്ള് ഗ്രൗണ്ടഡ് സാധനം. പിന്നെ ഇത് ഭയങ്കര പെട്ടി എന്ത് ഇഷ്ടപ്പെട്ട കേട്ടോ. ഭയങ്കര ഒരു വിൻറ്റേജ് ഫീലൊക്കെ എനിക്ക് ഇത് കിട്ടി. അടിപൊളി. ഇതെങ്ങനെ ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായെന്ന് അറിയില്ല. വലിയ പ്രത്യേകത ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ പെട്ടി അടിപൊളിയാണ്.
വീട്ടിലെ പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ, ഡോറയും ചാർലിയും. അവർക്കായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ട്രീറ്റ് വാങ്ങിയിട്ടുണ്ട്, റെസിൻസ് കാര്യങ്ങളൊക്കെ. ആദ്യം മിഠായികളെല്ലാം കൂടെ ഒരു പെട്ടിക്കകത്ത് പെറുക്കി വെച്ചിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാന്ന് വിചാരിക്കണം കേട്ടോ. തിരിച്ചും മറിച്ചും ഗുണിച്ചും ഒക്കെ നോക്കിയിട്ടും നമ്മുടെ നടപടിയാണോ ലക്ഷ്യം കാണുന്നില്ല കേട്ടോ. ആദ്യമായിട്ട് വീട്ടിലേക്ക് സാധനം വാങ്ങുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ കുറേ സാധനങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ 30 കിലോ എന്ന് പറയുമ്പോൾ അതിന്റെ എത്രത്തോളം ആ ഒരു എമൗണ്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഒരു തെറ്റായിരുന്നു. നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോഴേ വെയിറ്റ് പ്രോപ്പറായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമുക്ക് ഫ്രജൈൽ ആയിട്ടുള്ള സാധനം നമ്മളിപ്പോൾ കൊണ്ടുപോയിട്ട് ബാക്കിയൊക്കെ കൊറിയർ അയക്കാനാണ്. അപ്പോൾ കുറേ പേരെ കോൺടാക്ട് ചെയ്തപ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ് ഈ പരിപാടി. ആകെ എനിക്ക് കുറച്ച് അഫോർഡബിൾ ആയി തോന്നിയത് കാർഗോ ഫോഴ്സിന്റെ ഒരു ടീമുണ്ട്. അവർ കിലോയ്ക്ക് 4 പൗണ്ട്, അതായത് നാട്ടിൽ 400 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഇവിടെ വീട്ടിൽ വന്ന് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാധനം വന്ന് എടുക്കുകയും ചെയ്യും, കറക്റ്റായിട്ട് നമ്മുടെ അഡ്രസ്സ് ഡെലിവറി ചെയ്യുകയും ചെയ്യും. ഭയങ്കര സുഖമായിട്ടുള്ളൊരു പരിപാടിയല്ലേ അത്. നമുക്ക് മിഠായി തന്നെ ഒരു പെട്ടിയിൽ തികഞ്ഞിട്ടില്ല. എനിക്കറിയില്ല എന്ത് ചെയ്യും, ദൈവമേ പെട്ടോലോ. ഇനിയും ഓൺലൈനിൽ സാധനം വരാനുണ്ട്, നാളത്തേക്ക് വരുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇനി വന്നിട്ടും കാര്യമില്ലെന്ന് എനിക്ക് തോന്നാനുള്ള. ഐഷതാ, നമ്മുടെ മെയിൻ ഡിമാൻഡുള്ള സാധനങ്ങൾ ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് വാങ്ങിച്ചേക്കുന്ന 3 കുപ്പി സ്കോച്ചാണ്. ഞാൻ ഷോപ്പിങ്ങിന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു സാധനം വാങ്ങുന്നതിൽ. പിന്നെ ജാക്ക് ഡാനിയലിന്റെ ഗിഫ്റ്റ് ബോക്സ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ അനിയത്തിക്ക് വാങ്ങിച്ച ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അച്ഛൻ S22, അമ്മയ്ക്ക് ഒരു മോട്ടോറോളയുടെ ഫോണും നാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് വാങ്ങിച്ച സ്പെഷ്യൽ ആയിട്ടുള്ള പാത്രങ്ങളും പിന്നെ പെർഫ്യൂം അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. പെർഫ്യൂംസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എന്താ സംഭവം, അത് പരിപാടിയൊന്നും എനിക്കറിയില്ല. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് തോന്നുന്ന കുറച്ച് പെർഫ്യൂംസ് നമ്മൾ പിക്ക് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇതൊക്കെ യൂണിസെക്സ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ വേറൊരു പെർഫ്യൂം, ഇത് മെന്നിൻ്റെ. പിന്നെ കുറച്ച് ഡവിൻ്റെ കുറച്ച് സാധനങ്ങൾ നാട്ടിൽ കിട്ടണ തന്നെ, കുറേ ബാം കാര്യങ്ങൾ. ഇത് നമ്മുടെ ഒരു ഭയങ്കര വാനില ചോക്ലേറ്റിൻ്റെ ക്യാൻഡിലാണിത്. നല്ല സ്മെല്ലുള്ളൊരു ക്യാൻഡിൽ കേട്ടോ. പിന്നെ സോപ്പായിട്ട് ഇത് സിമ്പിളിൻ്റെ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സോപ്പാണ് കേട്ടോ. അപ്പോൾ സോപ്പൊക്കെ നാട്ടിലൊക്കെ കുറച്ച് കൗതുകമുള്ള കാരണം. പിന്നെ ഇതൊരു സോപ്പാണ്, ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല, അതിൻ്റെ ഡിസൈനും അതിൻ്റെ ഒരു ഫിനിഷിങ്ങും ഒക്കെ. അതുപോലെ ഒരു സോപ്പ് കൂടെ ഉണ്ട് കേട്ടോ. ഷാംപൂസും ബോഡി വാഷും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു. ഹാൻഡ് വാഷ് ഇതൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുമെന്ന് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ നമ്മൾ കണ്ട ഒരു കൗതുകത്തിന് വാങ്ങിക്കൂട്ടിയ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഉപ്പാണ്, മാപ്പിൾ സിറപ്പ്, കുറച്ച് ഡ്രൈ ചെയ്യാൻ ഒരു ക്യൂട്ടായിട്ടുള്ള ഹാൻഡിൽ ഹോൾഡറാണ് കേട്ടോ. ഈ പാത്രങ്ങളൊക്കെ അതിന്റെ ഭംഗി കൊണ്ട് മാത്രം വാങ്ങിയതാണ് കേട്ടോ. ഇത് അത്രയും ഒരു ഈസി ടു യൂസ് ഒന്നും ആയിരിക്കത്തില്ല വീട്ടിൽ, കാരണം നല്ല വെയിറ്റും കാര്യങ്ങളും ഉണ്ട്. പൊട്ടാൻ ഭയങ്കര ചാൻസ് ഉള്ളതാണ്, കയ്യിൽ താഴെ വീണ പൊട്ടും. ഈ ഒരു സാധനം നല്ലൊരു അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ടൂൾ കിറ്റ് ആണ്, അപ്പം അച്ഛനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. പാക്കിങ്ങിലെ സ്ഥലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ അതിൻ്റെ കുത്തിക്കെട്ടാൻ നോക്കിക്കൊണ്ടിരിക്കാം. ഇനി നമ്മൾ ടിപ്പിക്കൽ കുറേ പ്രവാസി സാധനങ്ങളാണ്. കണ്ട കടച്ചാടി എല്ലാം കിട്ടിയത് ചറവറ വാരിയിട്ടിട്ടുണ്ട്. മാനിക്യൂർ സെറ്റും പിന്നെ അമ്മയ്ക്ക് നെയിൽ പോളിഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കുറേ കളക്ഷൻസ് വാങ്ങിയിട്ടുണ്ട്. കുറേ പേന, അച്ഛൻ ഭയങ്കര പേന ക്രേസ് ഉള്ള ഒരാളാണ് പെന്നിൻ്റെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി കുറേ ഫാൻസി ഐറ്റംസ് വരാനുണ്ട്. അപ്പോൾ അതെന്തായാലും എനിക്ക് ഉറപ്പാണ് ഇപ്രാവശ്യം പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് കൊറിയർ അയക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് തന്നെ പറ്റത്തുള്ളൂ. സ്റ്റേഷനറി ഐറ്റംസ്, ഹീറ്റ് പാഡ്സ്, പെഡിക്യൂറിൻ്റെ സെറ്റ്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. ഇത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഒഴിവാക്കേണ്ടി വരുമോ അറിയില്ല. പിന്നെ അമ്മ മറ്റേ ക്രോസ് സെറ്റ് ചെയ്യും, അപ്പോൾ അമ്മയ്ക്കായിട്ട് ക്രോസ് സെറ്റ് ഒരു സെറ്റ്. ഇതൊക്കെ പ്രാന്തെന്ന് പറയും, പ്രാന്ത്.
ഇതാ പാക്ക് ചെയ്ത് നേരം വെളുത്തിട്ടും എൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല. നമ്മൾ 2 പെട്ടിയിൽ 2 വട്ടമായിട്ട് റീപാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ വെയിറ്റ് നോക്കിയപ്പോഴാണ് 1 പെട്ടിയിൽ തന്നെ 25 കിലോ മിഠായി ഉണ്ട്. നമുക്ക് ആകെ 30 കിലോയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 60 കിലോളം വെയിറ്റ് വരുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. പിന്നെ ഇത് സിൽവർ സ്നോ എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്ക് അയച്ചു തന്ന ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ. ഭയങ്കര ഹൈടെക് സാധനമാണ്. ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ വീഡിയോസൊക്കെ കുറേ കണ്ടിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ് ചെയ്യാനായിട്ട്, ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഇത് കൊടുത്താൽ ഭയങ്കര ഉപകാരമാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഇതിൻ്റെ അടിപൊളി ഒരു വീഡിയോ എടുത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഒരു വിധത്തിൽ നമ്മുടെ പാക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് പെൻഡിങ് ഉണ്ട്. നമുക്ക് 60 കിലോളം മൊത്തം ഉണ്ട്. 25 കിലോ, അതായത് ഒരു പെട്ടി നിറച്ച് നമുക്ക് ആകെ 30 കിലോ കൊണ്ടുപോകാൻ പറ്റില്ല. അത് 25 കിലോയും മിഠായി തന്നെയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 60 കിലോ ഉണ്ട് തൂക്കി വന്ന സമയത്ത്. നമുക്ക് ആകെ ഈ 30 കിലോയിൽ എന്തൊക്കെ സാധനം കൊള്ളിക്കാന്നുള്ള കൺഫ്യൂഷനിൽ 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന മിഠായിയും കാര്യങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ സ്പ്രേ, പെർഫ്യൂംസും അല്ലാത്ത മറ്റേ പെയിൻറ് സ്പ്രേ, അങ്ങനത്തെ കുറച്ച് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അതൊന്നും നമ്മൾ കൊറിയർ അയക്കുന്നതിന് അലൗഡ് അല്ല. ഞാൻ കുറേ കൊറിയറിന് തപ്പി അവസാനം ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. കാർഗോ ഫോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ 4 പൗണ്ടിന് കിലോയ്ക്ക് നമുക്ക് നാട്ടിൽ വയ്ക്കാൻ പറ്റും. അയ്യോ എന്തൊരു അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കര സമാധാനമായി. കാരണം വീട്ടിൽ പറഞ്ഞു സാധനങ്ങൾ ഇവിടെ വെച്ചോ, അടുത്ത വട്ടം വരുമ്പോൾ കൊണ്ടുവരാം. ബട്ട് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. നമ്മൾ ഏകദേശം ഒരു മൊത്തത്തിൽ ഒരു മോർ ദാൻ 2 lakhs വരുന്ന ഒരു പർച്ചേസാണ് നടത്തിയേക്കുന്നത്, ഫോണും കാര്യങ്ങളും എല്ലാം ആയിട്ട്. അപ്പോൾ അതിൽ ഈ മിഠായികൾ തന്നെ ആയിട്ടുണ്ട് 10-50,000+. അപ്പോൾ അങ്ങനത്തെ ഒരു അത് വേർത്താണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്ര ആനയെ വാങ്ങിക്കാമെങ്കിൽ തോട്ടിയെ വാങ്ങിച്ചുകൂടെ എന്ന് പറയുന്ന പോലെ നമുക്ക് ഇത്രയും പൈസ നമുക്ക് ചിലവാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത്ര ആഗ്രഹിച്ച് ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പോൾ അത് വിട്ടിട്ട് പോകുന്നത് എനിക്കൊട്ടും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ കാശ് ചിലവാക്കി. അപ്പോൾ ഈ ഒരു ഇതും കൂടെ ചിലവാക്കുന്നത് എന്താ പറയുക, ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ള ഇതിൽ ഒരു പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നാട്ടിലേക്ക് ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് നാട്ടിലേക്ക് ഫ്ലൈറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് ചീപ്പ് ഫ്ലൈറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിൽ ഞാൻ നോക്കിയപ്പം 5 കിലോയ്ക്ക് 60 പൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 10 കിലോയ്ക്ക് എനിക്ക് 50 പൗണ്ട് എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൂളല്ലേ, അത് ഭയങ്കര കൂളല്ലേ. 60 മൊത്തത്തിൽ ഇപ്പോൾ എനിക്കൊരു 30 കിലോയുടെ അയക്കാനുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അത് പാക്ക് ചെയ്യാനുള്ള സമയം നമുക്കില്ല. നമുക്ക് ഓൾമോസ്റ്റ് ഫ്ലൈറ്റ് പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പാക്ക് ചെയ്ത് ഇവിടെ വെക്കും. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സാധനങ്ങൾ നമ്മൾ പോകേണ്ട സാധനങ്ങൾ പ്രോപ്പർലി പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വന്ന് എടുത്തോളും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ അവരവിടെ വന്ന് ഡെലിവറിയും ചെയ്യും, അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് വീട്ടിൽ തന്നെ. അപ്പം വേണ്ട കുറച്ച് ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതിന് ഞാൻ വരുന്നതിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്താണെന്ന് എനിക്കും പ്രോപ്പറായിട്ട് അറിയത്തില്ല. അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ട് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫോർ നൗ നാളെ ഇനി ഫ്ലൈ ചെയ്യാൻ പോവാണ്, ഫ്ലൈറ്റ് പിടിക്കാൻ പോവാണ്. അപ്പം നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് സ്റ്റേ ട്യൂൺ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.